കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനെ നമ. എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പോൾ വാമദേവ മഹാമുനി ആ പറഞ്ഞത് ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഒന്ന് വായിക്കാം എഴുത്തച്ഛൻ്റെ. അതായത് വാമദേവ മഹാമുനി പൗരജനങ്ങളെ സമാശ്വസിപ്പിച്ചില്ലേ ഈ സീതാ തത്വം പറഞ്ഞിട്ട്, രാമസീതാ തത്വം പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ഭാഗം കുറേ ഉണ്ട്, അത് ഞാൻ കുറച്ച് ഭാഗം വായിക്കാം. എത്ര നന്നായിട്ട് പറഞ്ഞിരിക്കണമെന്ന് നമുക്ക് അത്ര ഒരു അപ്രീസിയേഷനാണത് കേട്ടോ. എന്താണ്, രാത്രിഞ്ചര കുലമൊക്കെ നശിപ്പിച്ചു ധാത്രീഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്തവേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം വിപീനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന്നതിൻ കാരണം മന്ധരയല്ല കൈകേയിയെല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനുമരുൾ ചെയ്തു. നക്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാത നിഷ്കളൻ നിർഗുണനാത്മാരഘൂത്തമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ. പങ്ക്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം. പാലിപ്പതിനായവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായീശ്വരൻ. രാമസീതാരഹസ്യം മുഹൂരീദൃശ മാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം. കണ്ടോ, ഇതിൽ ഗോപനീയം തന്നെ ആ വാക്ക് ഉപയോഗിച്ചിരിക്കണു അല്ലേ. രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. രാമവിഷയമീ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ. പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും. താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മൂതാലെഴുന്നള്ളി. അത്ര നന്നായിട്ട് അതിനെ പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ നിർത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ പിന്നെന്താണ്, സീത ആദ്യം തന്നെ രഥത്തിൽ ശ്രീരാമനേക്കാളും മുമ്പ് രഥത്തിൽ കയറി ഇരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് അല്ലേ.
43. അതായത് രാമചന്ദ്ര ഭഗവാൻ നോക്കി നിൽക്കെ തന്നെ സീത വേഗത്തിൽ തേരി കയറിയിരുന്നു എന്നാണ് അല്ലേ. അതായത് ദശരഥൻ പൊക്കോളൂ എന്ന് അനുവാദം നൽകിയതിന് ശേഷം ബോധം കെട്ട് വീണു കരഞ്ഞും കൊണ്ട്. അപ്പോൾ അതിനു മുമ്പ് വസിഷ്ഠൻ കൈകേയിയോട് പറഞ്ഞു, ഭരതൻ രാജാവായ പോരെ, അല്ല എന്തിനാണ് സീത വലക്കലം ധരിക്കണ, രാജവസ്ത്രങ്ങൾ ധരിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചു അധിക്ഷേപിച്ചുല്ലോ അല്ലേ. അതൊക്കെ കഴിഞ്ഞ് എന്തിനു പറയണു, ശ്രീരാമചന്ദ്ര ഭഗവാൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ സീത വേഗത്തിൽ തേരിൽ കയറി എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തി. അതായത് യാത്ര റെഡിയായി. ഇനി നമുക്ക് 44, 45, 46 ഒന്നിച്ചാണ് ചെയ്യാം. രാമ പ്രദക്ഷിണം കൃത്വാ പിതരം രഥമാരുഹദ് ലക്ഷ്മണ ഖൽഗയുഗളം ധനുസ്തൂണീയുഗം തഥാ ഗൃഹീത്വാ രഥമാരുഹ്യ നോദയാമാസ സാരഥിം തിഷ്ഠ തിഷ്ഠ സുമന്ത്രേതി രാജാ ദശരഥോ ബ്രവീദ് ഗച്ഛ ഗച്ഛേതി രാമേണ നോദിതോചോദയദ്രഥം രാമേ ദൂരം ഗതേ രാജാ മൂർച്ഛിത പ്രാപതദ്ഭുവി. രാമ പിതരം പ്രദക്ഷിണം കൃത്വ, അതായത് രാമൻ അച്ഛനെ പ്രദക്ഷിണം ചെയ്തിട്ട് രഥം ആരുഹത്, രഥത്തിൽ കയറി ആരോഹണം ചെയ്തു. ലക്ഷ്മണൻ ഖൽഗയുഗളം ധനു തഥാ തൂണി യുഗം ഗൃഹീത്വ, 2 ഖൽഗയുഗളം പറഞ്ഞല്ലോ. അപ്പം 2 വാള്, ധനുസ്, 2 തൂണി എന്നിവയെ കയ്യിൽ പിടിച്ചിട്ട് രഥത്തിൽ കയറി, രഥമാരുഹ്യ. പിന്നെയോ സാരഥിം നോദയാമാസ, സാരഥിയോടെ പോവാൻ വേണ്ടിയിട്ട് തേര് തെളിക്കാൻ ആളോട് പറഞ്ഞു. സുമന്ത്ര തിഷ്ഠ ഇതി, സുമന്ത്ര നിൽക്കൂ എന്ന് പറഞ്ഞു. ആര്? ദശരഥനെ. പാവം പോണത് കാണാൻ സങ്കടം കൊണ്ടേ പിന്നെ രാജ ദശരഥ അബ്രവീത്, എന്താ സുമന്ത്ര തിഷ്ഠ ഇതെന്ന് നിക്കു പറഞ്ഞു. അപ്പം രാമൻ എന്താ പറഞ്ഞ, ഗച്ഛ ഇതി രാമേണ നോദിത, വേഗം പോവാന്ന്, പൊക്കോളൂ എന്ന് രാമൻ പറഞ്ഞു. രഥം അചോദയ, രഥത്തെ നടത്തി. രാമൻ പറഞ്ഞത് കേട്ടു. രാമേ ദൂരം ഗതേ, രാമൻ ഇങ്ങനെ കണ്ണിനെത്താവുന്നിടത്തോളം ദൂരം നോക്കി നിന്നു ദശരഥൻ. രാമൻ അങ്ങോട്ട് പോയപ്പോൾ രാജാ മൂർച്ഛിത, രാജാവ് ബോധം കെട്ട് വീണിട്ട് ഭൂവി പ്രാപത, പാവം ഭൂമിയിൽ വീണുന്ന്. അതായത് ശ്രീരാമൻ അച്ഛനെ പ്രദക്ഷിണം ചെയ്തു, തേരിൽ കയറി. ലക്ഷ്മണൻ 2 വാളും 2 വില്ലും 2 ഈ ആവനാഴിയില്ലേ വില്ല് വയ്ക്കണത്, അതാണ് തൂണി, അതും പിന്നെ കയ്യിൽ പിടിച്ച് കയറി. എന്നിട്ടോ സുമന്ത്രരോട് തേര് നിർത്തു പറയേണ്ട ദശരഥനെ. പക്ഷേ രാമൻ പറഞ്ഞു പൊക്കോളൂ പറഞ്ഞു. അപ്പോൾ രാജാവിൻ്റെ കൽപ്പന, അതായത് രാമൻ അല്ലേ ഇപ്പോൾ രഥത്തിലിരിക്കണ, രാമൻ്റെ കൽപ്പനനെ കേട്ടു സുമന്ത്രരുടെ. തേര് മുമ്പിലേക്ക് പോയി തുടങ്ങിയപ്പോൾ പാവം തേര് കുറേ ദൂരത്ത് എത്തിയപ്പോഴേക്കും കാണാൻ പറ്റില്ല എന്നുള്ളൊരു സമയമായപ്പോഴേക്കും പാവം ദശരഥൻ വല്ലാത്ത ദുഃഖം കൊണ്ട് മോഹാത്സ്യപ്പെട്ട് നിലത്ത് വീണു. രാമ പ്രദക്ഷിണം കൃത്വാ പിതരം രഥമാരുഹദ് ലക്ഷ്മണ ഖൽഗയുഗളം ധനുസ്തൂണീയുഗം തഥാ ഗൃഹീത്വാ രഥമാരുഹ്യ നോദയാമാസ സാരഥിം തിഷ്ഠ സുമന്ത്രേതി രാജാ ദശരഥോ ബ്രവീദ് ഗച്ഛേതി രാമേണ നോദിതോചോദയദ്രഥം രാമേ ദൂരം ഗതേ രാജാ മൂർച്ഛിത പ്രാപതദ്ഭുവി. ഇനി 47. പൗരാസ്തു ബാലവൃദ്ധാശ്ച വൃദ്ധാ ബ്രാഹ്മണ സത്തമാ തിഷ്ഠേതി രാമേതി ക്രോശന്തോ രഥമന്വയൂ. ബാലവൃദ്ധാഹ ബ്രാഹ്മണ സത്തമാഹ പൗരാഹ തു, അതായത് കുട്ടികൾ, വയസ്സായവർ, വളരെ വൃദ്ധന്മാരായിട്ടുള്ള ബ്രാഹ്മണർ മുതലായ പൗരന്മാരാകട്ടെ രാമ തിഷ്ഠ ഇതി ക്രോശന്ത രഥം അന്വയു, രാമ നിക്കൂ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ രഥത്തിൻ്റെ പിന്നാലെ പോയിന്ന്. അതായത് ഈ പൗരന്മാരിൽ അല്ലെങ്കിൽ ഈ സിറ്റിസൺസിൽ കുട്ടികളും വയസ്സായവരും കുറച്ച് ഭയങ്കര ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരും ഒക്കെ രാമ നിക്കൂ എന്ന് നിലവിളിച്ചും കൊണ്ട്, അത്ര ഇഷ്ടമാണ് ശ്രീരാമനെ, നിലവിളിച്ചും കൊണ്ട് ഈ രഥത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ യാത്ര ചെയ്തു അവർ കുറേ ദൂരെ. പൗരാസ്തു ബാലവൃദ്ധാശ്ച വൃദ്ധാ ബ്രാഹ്മണ സത്തമാഹ തിഷ്ഠേതി രാമേതി ക്രോശന്തോ രഥമന്വയൂ. 48. രാജാ രുദിത്വാ സുചിരം മാം നയന്തു ഗൃഹം പ്രതി കൗസല്യായ രാമമാധുരിത്യാഹ പരിചാരകാൻ. രാജ സുചിരം രുദിത്വ, രാജാവ്
വളരെ നേരം കരഞ്ഞിട്ട് രാമമാതു കൗസല്യായാഹ ഗൃഹം പ്രതി, രാമൻ്റെ അമ്മയായിട്ടുള്ള കൗസല്യയുടെ ഗൃഹത്തിലേക്ക് മാം നയന്തു ഇതി പരിചാരകാൻ ആഹ, എന്നെ കൗസല്യയുടെ അന്തഃപുരത്തിലേക്ക് കൊണ്ടുപോ എന്ന് ഈ ഭൃത്യന്മാരോട് ആര് പറഞ്ഞു? ദശരഥൻ പറഞ്ഞു. കുറേ നേരം അങ്ങനെ കിടന്ന് കരഞ്ഞു. എന്നിട്ട് പിന്നെ എന്ത് പറഞ്ഞു? എന്നെ രാമൻ്റെ അമ്മയായിട്ടുള്ള കൗസല്യ അടുത്തേക്ക് കൊണ്ടുപോകൂ എന്ന് ഭൃത്യന്മാരോട് ദശരഥൻ പറഞ്ഞു. രാജ രുദിത്വാ സുചിരം, കുറേ നേരം കരഞ്ഞു. മാം നയന്തു ഗൃഹം പ്രതി കൗസല്യായ രാമമാധുരീത്യാഹ പരിചാരകന്മാരോട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകൂ. ഈ 49 കിഞ്ചിൽ കാലം ഭവേത്തത്ര ജീവനം ദുഃഖിതസ്യ മേ അത ഊർധ്വം ന ജീവാമി ചിരം രാമം വിനാകൃത. ദുഃഖിതസ്യ മേ, ദുഃഖിതനായിട്ടുള്ള എൻ്റെ ജീവനം, ഈ ജീവിതം, തത്ര കിഞ്ചിൽ കാലം ഭവേത്, ഞാൻ അധികകാലം ജീവിക്കില്ല, കുറച്ച് കാലം ജീവിക്കുന്നുണ്ടാവുള്ളൂ ഈ ദുഃഖം കൊണ്ടേ. രാമം വിനാകൃത, രാമനെ കൂടാതെ, രാമനിൽ നിന്ന് വേർപിരിഞ്ഞ ഞാൻ, അതഹ ഊർധ്വം, ഇനി ഉള്ള കാലം ചിരം ന ജീവാമി, എനിക്ക് ജീവിക്കില്ല എന്ന് ഉറപ്പുണ്ട് ഞാൻ അധികം കാലം. എനിക്ക് അത്ര ദുഃഖമുണ്ട് രാമൻ പോയിട്ടേ. അതായത് എൻ്റെ ജീവിതം, ഇത്ര ദുഃഖം അനുഭവിക്കണം എൻ്റെ ജീവിതം കുറച്ചെങ്കിലും കാലം നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇനി കൗസല്യയുടെ കൂടെ ഉള്ളൂ എന്ന്, രാമൻ്റെ മാതാവിൻ്റെ. അതായത് കുറച്ച് ദിവസം കൂടി ഞാൻ അധികം കാലം ജീവിച്ചിരിക്കില്ല, പക്ഷെ ഇനി ഞാൻ എത്ര കാലം ഇങ്ങനെ ദുഃഖിച്ച് ജീവിച്ചിരിക്കുന്നുണ്ടോ ആ കാലം കൗസല്യയുടെ ഗൃഹത്തിലേക്ക് എനിക്ക് പോകണം. അവിടെ ചെന്നാലും ഞാൻ അധികം ജീവിക്കൊന്നുമില്ല. എന്തുകൊണ്ടാച്ചാൽ രാമൻ്റെ ഈ വിരഹം ഉണ്ടല്ലോ, അത് കാരണം വേണം എൻ്റെ മരണം എന്ന് ദൈവേച്ഛയാണ്. ഈ രാമനെ പിരിഞ്ഞുള്ള ദുഃഖം ആയിരിക്കണം എൻ്റെ മരണത്തിന് കാരണം എന്നുള്ളത് ദൈവേച്ഛയാണ്. അതുകൊണ്ട് ഞാൻ അധികം കാലം ജീവിക്കില്ല, ഇനി ഉള്ള കാലം ഞാൻ കൗസല്യയുടെ അന്തഃപുരത്തിൽ പോയിട്ട് കൗസല്യയുടെ കൂടെ ഇരിക്കട്ടെ. കാരണം ഞാൻ ഈ രാമനെ വേർപിരിഞ്ഞ ദുഃഖം, രാമനുമായുള്ള വിരഹദുഃഖത്തിൽ ആണ് എൻ്റെ മരണത്തിന് കാരണം എന്നുള്ളതാണ് ദൈവേച്ഛ. കിഞ്ചിത് കാലം ഭവേത്തത്ര ജീവനം ദുഃഖിതസ്യ മേ അത ഊർധ്വം ന ജീവാമി ചിരം രാമം വിനാകൃത. ആ പണ്ടത്തെ ശാപമൊക്കെ ഉണ്ടല്ലോ 50. തതോ ഗൃഹം പ്രവിശ്യൈവ കൗസല്യായാപപാതഃ മൂർച്ഛിതശ്ച ചിരാത് ബുദ്ധ്വാ തൂഷ്ണീമേവാവതസ്ഥിവാൻ. തതഃ കൗസല്യാഹ ഗൃഹം പ്രവിശ്യ ഏവ. അങ്ങനെ പരിചാരകന്മാരെ കൗസല്യയുടെ ഗൃഹത്തിലെത്തിയപ്പോൾ കൗസല്യയുടെ ഗൃഹത്തിൽ പ്രവേശിച്ച ഉടനെ മൂർച്ഛിത, അപ്പം ബോധം കെട്ട് വീണ്, ബോധം കെട്ട് വീണു. കഷ്ടം ചിരാത് ബുദ്ധ്വ, അധിക നേരം കൊണ്ട് ബോധമുണ്ടായിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ബോധം വന്നു. തൂഷ്ണീം ഏവ അവതസ്ഥിവാൻ, അതായത് മിണ്ടാതെ അവസ്ഥിതനായിച്ചാൽ മിണ്ടാതിരുന്നു. അതായത് കൗസല്യയുടെ പരിചാരകന്മാർ ദശരഥനെ കൗസല്യയുടെ അന്തഃപുരത്തേക്ക് കൊണ്ടുപോയി അവിടേക്ക് അകത്തേക്ക് പ്രവേശിച്ചപ്പോഴേക്കും ആ ദുഃഖത്തിൻ്റെ ശക്തി കൊണ്ട് തലതിരിഞ്ഞ് മോഹാലസ്യപ്പെട്ട് വീണു. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ബോധം വന്നു. അപ്പോൾ ഒന്നും പറയാണ്ട് മൗനം ആയിട്ട് ഇരുന്നു. അവിടെ ബോധമൊക്കെ വന്നു വെച്ചാലും ഒന്നും മിണ്ടാതിരുന്നു. ഒന്നും പറയാൻ ശക്തിയില്ല ദുഃഖം കൊണ്ടേ. തതോ ഗൃഹം പ്രവിശ്യൈവ കൗസല്യായ പപാതഃ മൂർച്ഛിതശ്ച ചിരാത് ബുദ്ധ്വാ തൂഷ്ണീമേവാവതസ്ഥിവാൻ. അങ്ങനെ ഇരുന്നു. 51. രാമസ്തു തമസാ തീരം ഗത്വാ തത്രാവസൽ സുഖി ജലം പ്രാശ്യ നിരാഹാരോ വൃക്ഷമൂലേ സ്വപദ്വിഭു. തമസാതീരം ഗത്വ, ശ്രീരാമനാവട്ടെ തമസാ നദിയുടെ തീരത്ത് എത്തിയിട്ട് തത്ര സുഖി അവസത്, അവിടെ സുഖമായിട്ട് താമസിച്ചു. അന്ന് രാത്രി തമസാ നദിയുടെ തീരത്ത് എത്തി. അവർ നേരെ പോയിട്ട് താമസാ നദിയുടെ തീരത്ത് സുഖമായി താമസിച്ചു. ജലം പ്രാശ്യ നിരാഹാര, ജലം മാത്രം കുടിച്ചിട്ട് വേറെ ഒരു ഭക്ഷണവും കഴിക്കാതെ നിരാഹാരം അനുഷ്ഠിച്ചിട്ട് വിഭു മീൻസ് ശ്രീരാമചന്ദ്രൻ വൃക്ഷമൂലെ അസ്വപത്, വെറും വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങി ശ്രീരാമനെ. അന്ന് തന്നെ തമസാതീരത്തെത്തി.
അവിടെ സുഖമായി താമസിച്ചു വന്ന് ജലം മാത്രം കഴിച്ചിട്ട് വേറെ ഒരു ഭക്ഷണവും കഴിക്കാതെ വെറും ജലം മാത്രം കഴിച്ച് ഒരു വൃക്ഷത്തിൻ്റെ അടിയിൽ, ഒരു വലിയ വൃക്ഷത്തിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങി അന്ന് രാത്രി. രാമസ്തു തമസാ തീരം ഗത്വാ തത്രാവസൽ സുഖി ജലം പ്രാശ്യ നിരാഹാരോ വൃക്ഷമൂലേ സ്വപാദ്വിഭുഃ. സീതയാ സഹ ധർമാത്മാ ധനുഷ്പാണിസ്തു ലക്ഷ്മണ പാലയാമാസ ധർമ്മജ്ഞ സുമന്ത്രേണ സമന്വിതഃ. സീതയാ സഹ, സീതയോടുകൂടി, ധർമാത്മാ ധർമ്മജ്ഞ ലക്ഷ്മണാത്തു, ധർമ്മസ്വരൂപനും ധർമ്മജ്ഞനായ ലക്ഷ്മണനാവട്ടെ ധനുഷ്പാണി, എപ്പോഴും വില്ല് കയ്യിൽ പിടിച്ചിട്ട്, സുമന്ത്രേണ സമന്വിത, സുമന്ത്രരോട് കൂടിയിട്ട്, പാലയാമാസ, പാലിച്ചു. അപ്പം ഏട്ടൻ ഉറങ്ങല്ലേ, അപ്പോൾ ഒരാപത്തും വരരുത് വെച്ചിട്ട് സീതയുടെ കൂടെ സീതയുണ്ട്. ശ്രീരാമൻ ഉറങ്ങുമ്പോൾ ലക്ഷ്മണൻ വില്ലും പിടിച്ച് ജാഗ്രതയായിട്ട് സുമന്ത്രരും ലക്ഷ്മണനും സീതയും ഒക്കെ അവിടെ നിന്നു. അതായത് ലക്ഷ്മണൻ വില്ലും കൊലച്ച് വളരെ ജാഗ്രതയോടെ ഒരാപത്തും വരാതെ ഇവരെ കാത്തുരക്ഷിക്കാൻ, സീതയും ശ്രീരാമനെയും കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ട് വില്ലും പിടിച്ച് ഉറങ്ങാതിരുന്നു. സുമന്ത്രരും തിരിച്ചു പോന്നിട്ടില്ല, സുമന്ത്രരും അവിടെ ഉണ്ട്. സുമന്ത്രരും അയോധ്യയിലേക്ക് മടങ്ങിയിട്ടില്ല. അവരെ അവിടെ വിട്ടിട്ടേ. സീതയാ സഹധർമാത്മാ ധനുഷ്പാണിസ്തു ലക്ഷ്മണ പാലയാമാസ, പാലിച്ചു, ധർമ്മജ്ഞ സുമന്ത്രേണ സമന്വിത. അതായത് സീതയും കിടന്നുറങ്ങുന്നുണ്ട് അടുത്ത്. അതാണ് ഈ ധർമ്മസ്വരൂപ എന്നുള്ളത് ശ്രീരാമനുള്ള അഡ്ജക്റ്റീവാണ് കേട്ടോ, അതായത് വിശേഷണമാണ്. ധർമ്മസ്വരൂപനായിട്ടുള്ള രാമൻ്റെ സമീപത്തിൽ സീതയും ഉറങ്ങി. അതാണ് സീതയാ സഹ ധർമാത്മാ. ധർമാത്മാവ് സീതയുടെ കൂടെ ഉറങ്ങണ സമയത്ത് ഏട്ടനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മണൻ കയ്യിൽ വില്ലും മുമ്പ് ധരിച്ച് അടുത്തന്നെ ഉറങ്ങാതിരുന്നു. സുമന്ത്രരും ലക്ഷ്മണൻ്റെ കൂടെ ഉണ്ട്. ഇനി പൗരാഹ സർവേ സമാഗത്യ സ്ഥിതാസ്തസ്യ വിദൂരത ശക്ത രാമം പുരം നേതും നോ ചേത് ഗച്ഛാമഹേ വനം. 54. ഇതി നിശ്ചയമാജ്ഞായ തേഷാം രാമോതി വിസ്മിതഃ നാഹം ഗച്ഛാമി നഗരമേതേ വൈ ക്ലേശഭാഗിന ഭവിഷ്യന്തിതി നിശ്ചിത്യ സുമന്ത്രമിദമബ്രവീദ് ഇദാനീമേവ ഗച്ഛാമ സുമന്ത്രരഥമാനയ ഇത്യാജ്ഞപ്ത സുമന്ത്രോപി രഥം വാഹൈരയോജയദ് ആരുഹ്യ രാമ സീതാ ച ലക്ഷ്മണോപി യയുർദ്രുതാം. പൗരാഹ സർവേ സമാഗത്യ, പൗരന്മാരെല്ലാവരും പിന്നാലെ വന്നു. അനവധി പൗരന്മാരെ, അയോധ്യയിലത്തെ പൗരജനങ്ങൾ പലരും വന്നിട്ട് അതെ സമാഗത്യ സ്ഥിതാ തസ്യ വിദൂരത. എന്നിട്ട് എന്തായി, അവര് രാമം പുരം നേതും, അതിൻ്റെ രാമൻ്റെ അടുത്ത് വന്നിരിപ്പായി. ആ രാമൻ ഉറങ്ങുന്നതിൻ്റെ അടുത്ത് എന്നിട്ടോ രാമം പുരം നെയ്തും ശക്താഹ നോ ചേത് വനം ഗച്ഛാമഹേ. രാമനെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ, രാമനോട് പോകണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, അത് പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അവര് ഞങ്ങൾ വനത്തിലേക്ക് വരിക പറഞ്ഞു. ശ്രീരാമൻ പോകണ്ടെന്നൊക്കെയാണല്ലോ അവർക്ക്. ശ്രീരാമൻ പോവുകയാണ് വനത്തിലേക്ക്, ശ്രീരാമനെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് അവർ കണ്ടപ്പോൾ ഈ പൗരജനങ്ങളൊക്കെ ഞങ്ങൾ വനത്തിലേക്ക് വരികയാണ് ശ്രീരാമൻ്റെ കൂടെ പറഞ്ഞു. ഇത് തേഷാം നിശ്ചയം ആജ്ഞായ, അവരങ്ങനെ ഒരു നിശ്ചയം എടുത്തത് അറിഞ്ഞപ്പോൾ രാമ അതിവിസ്മിത, രാമൻ അത്ഭുതമായി. എന്താ ഇവരിങ്ങനെയൊക്കെ ചെയ്യണത്, എൻ്റെ കൂടെ 14 കൊല്ലം ഇവിടെ താമസിക്കാൻ പറ്റുമോ? അഹം നഗരം ന ഗച്ഛാമി, ഞാൻ തിരിച്ച് അയോധ്യയിലേക്ക് ഇല്ല. ഏതേ വൈ ക്ലേശഭാഗിന ഭവിഷ്യന്തി, ഇങ്ങനെ എൻ്റെ കൂടെ നിങ്ങൾക്ക് എത്ര വെറുതെ എന്തിനാ, നിങ്ങളെന്തിനാ വിഷമം അനുഭവിക്കണ കാട്ടിൽ? ഇത് നിശ്ചിത്യ, അത് വിചാരിച്ചിട്ട് സുമന്ത്രം ഇതം അബ്രവി, സുമന്ത്രരോട് പറഞ്ഞു. സുമന്ത്ര രഥം ആനയ, രഥം കൊണ്ടുവരൂ സുമന്ത്രരെ, നമുക്കിപ്പം തന്നെ പോവാന്ന് പറയാ. ഇതാനും ഏവ ഗച്ഛാമ, നമുക്കിപ്പം തന്നെ പോവാം, അവരൊക്കെ ഉറങ്ങണേ, രാത്രിയല്ലേ. ഇത് ആജ്ഞപ്ത സുമന്ത്ര അഭി, ഇപ്രകാരം ആജ്ഞാപിക്കപ്പെട്ട സുമന്ത്രരും രഥം വാഹൈഹി അയോജയത്, രഥത്തിനെ കൊണ്ടുവന്നിട്ട്
വാഹനങ്ങളായിട്ട് ഘടിപ്പിച്ചിട്ട് രാമ സീത ലക്ഷ്മണ അപിച്ച രാമനും സീതയും ലക്ഷ്മണനും ആരുഹ്യ ദ്രുതം യയു വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടു. എന്താ വെച്ചാൽ ഈ പൗരജനങ്ങൾ സകലരും രാമൻ്റെ പിന്നാലെ കാട്ടിലെത്തി, തമസാ നദീ തീരത്തെത്തി. രാമൻ എന്നിട്ട് രാമൻ്റെ കുറച്ചപ്പുറത്ത്, രാമൻ ഒരു ദിക്കിൽ ഉറങ്ങുന്നുണ്ട്, അതിന് കുറച്ചപ്പുറത്തായിട്ട് അവരും അവിടെ ഇരുന്നു. രാമൻ എങ്ങടെ പോണെച്ചാൽ ഞങ്ങളും പോവാന്ന് വെച്ചിട്ടേ അവരും രാത്രി ഉറങ്ങാൻ വയ്യാണ്ടായി അവരും കുറേ നടന്നുല്ലോ, തമസാ നദിയുടെ തീരം വരെ നടന്നു. അപ്പോൾ രാമൻ ഒരു ദിക്കിൽ വിശ്രമിക്കാൻ ഇരുന്നപ്പോൾ അവരും കുറച്ചപ്പുറത്തായിട്ട് അവരും വിശ്രമിക്കാനായിട്ട് ഇരുന്ന് അവരും ഉറങ്ങി. അപ്പോൾ രാമനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കൂട്ടി കൊണ്ടുവന്നിട്ടാണ് അവർ വന്നത്. അത് രാമൻ കൂട്ടാക്കിയില്ലെങ്കിൽ ഞങ്ങളും രാമൻ്റെ കൂടെ 14 കൊല്ലം കാട്ടിലേക്ക് തന്നെ പോയി അവിടെ താമസിക്കും എന്നൊക്കെയാണ് അവരുടെ നിശ്ചയം. അത്ര ഇഷ്ടമാണ് രാമന്. ഇതറിഞ്ഞപ്പോൾ രാമൻ എന്ത് ചെയ്തു? അവരുടെ സ്നേഹത്തിൽ വളരെയധികം അത്ഭുതം ഉണ്ടായി. എന്നാലും പറഞ്ഞു, ഞാൻ ഒരിക്കലും നാട്ടിലേക്ക് പോവില്ല 14 കൊല്ലം കഴിയാണ്ട്. ഇവർ കാട്ടിലേക്ക് വന്നാൽ ഇത്ര കഷ്ടതകൾ അനുഭവിക്കണം. അതുകൊണ്ട് സുമന്ത്രരെ ഒരു കാര്യം ചെയ്യൂ, രഥം വേഗം ഇവർ ഉറങ്ങണപ്പോൾ രഥം വേഗം റെഡിയാക്കൂ. ഇപ്പം തന്നെ നമുക്ക് അവർ ഉറങ്ങണ സമയത്ത് തന്നെ നമുക്ക് അങ്ങോട്ട് ഇവിടുന്ന് പോവാം. അപ്പം നമ്മൾ എങ്ങടാ പോയെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് വേഗം രഥം കൊണ്ടുവരൂ പറഞ്ഞു. അപ്പം സുമന്ത്രരെ രാമൻ്റെ കൽപ്പന പ്രകാരം സുമന്ത്രരുടെ കുതിരകളെയൊക്കെ തേരിൽ പൂട്ടിയിട്ട് വേഗം അവരുറങ്ങാണ്. വേഗം രാമനും സീതയും ലക്ഷ്മണനും കയറി ഇരുന്നിട്ട് വേഗം രഥം ഒറ്റ ഓടിക്കൽ. ഇവരുറങ്ങുക പൗരജനങ്ങളൊന്നും ഉണരണേൻ്റെ മുമ്പേ നല്ല ഉറക്കമാണ്. അപ്പോൾ അവൻ ക്ഷീണിച്ചൊക്കെ നടന്നിട്ടേ അവിടുന്ന് അപ്രത്യക്ഷമായി. അവിടുന്ന് വേറൊരു ദിക്കിലേക്ക് പോയി. അപ്പോൾ ഇവർക്ക് എവിടേക്കാണ് പോയെന്ന് അറിയില്ലേ, കാടല്ലേ, വടക്കോട്ട് പോകണോ തെക്കോട്ട് പോകണോ കിഴക്കോട്ട് പോകണോ ഒന്നും അറിയില്ല അവർക്ക്. രാവിലെ നോക്കുമ്പോൾ ശ്രീരാമനെ കാണില്ല. അപ്പോൾ എങ്ങടെ പോയിന്ന് അറിയില്ലല്ലോ. കാരണം ശ്രീരാമനെ അതുകൊണ്ടാണ് ഇവർ വെറുതെ എന്തിനാ ഞാൻ എന്തായാലും തിരിച്ചു പോകാൻ ഭാവമില്ല, അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് 14 കൊല്ലം താമസിക്കുക. അപ്പം ഇവരിങ്ങനെ എൻ്റെ കൂടെ വന്നു വെച്ചാൽ അവർക്കും വെറുതെ ഈ കാട്ടിൽ ജീവിച്ച് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ലല്ലോ, അവർ തിരിച്ചു പൊക്കോട്ടെ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. എങ്കിലും ശ്രീരാമൻ അവരുടെ സ്നേഹം കൊണ്ട് വളരെ ടച്ച്ഡായി, അതായത് വളരെ മൂഡായി. ഇത്ര സ്നേഹമാണല്ലോ അയോധ്യയിലത്തെ ജനങ്ങൾക്ക് എന്നോടെന്നൊക്കെ തോന്നി. പക്ഷെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട അച്ഛനാണ് അങ്ങനെ ചെയ്തത്. പൗരാഹ സർവേ സമാഗത്യ സ്ഥിതാസ്തസ്യാ വിദൂരത ശക്താരാമം പുരം നേതും നോ ചേദ്ഗച്ഛാമഹേ വനം. ഇത് നിശ്ചയമാജ്ഞായ തേഷാം രാമോതി വിസ്മിത നാഹം ഗച്ഛാമി നഗരമേതേ വൈ ക്ലേശഭാഗിന ഭവിഷ്യന്തീതി നിശ്ചിത്യ സുമന്ത്രമിതമബ്രവീദ്. ഇദാനീമേവ ഗച്ഛാമ സുമന്ത്രരഥമാനയ ഇത്യാജ്ഞപ്ത സുമന്ത്രോപി രഥം വാഹൈരയോജയദ് ആരുഹ്യ രാമ സീതാ ച ലക്ഷ്മണോപി യയുർദ്രുതം. ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്ത 2 കൂടി ചെല്ലി നിർത്താം. അതായത് 57ഉം 58ഉം. അയോധ്യാഭിമുഖം ഗത്വാ കിഞ്ചിത് ദൂരം തതോ യയു തേബി രാമ മദൃഷ്ട്വൈവ പ്രാതരുത്ഥായ ദുഃഖിതാ രഥനേമി ഗതം മാർഗം പശ്യന്തസ്തേ പുരം യയു ഹൃദി രാമം സീതം തേ ധ്യായന്തസ്തസ്ഥുരന്വഹം. കിഞ്ചിത് ദൂരം അയോധ്യാഭിമുഖം ഗത്വ, കുറച്ചു ദൂരം അയോധ്യയിലേക്ക് പോണ പോലെ പോയിട്ട് തതഹ യയു, അവിടെ നിന്ന് യാനം ചെയ്തു. അതായത് കുറച്ച് ദൂരം അയോധ്യയിലേക്ക് തിരിച്ചു പോകാമെന്ന് തോന്നാൻ തൊക്കോണം രഥം ഓടിച്ചിട്ട് പിന്നെ മറ്റേ ഭാഗത്തൊക്കെ. തേ അഭി പ്രാതഃ ഉത്ഥായ, അവരും രാവിലെ ഈ പൗരജനങ്ങളൊക്കെ രാവിലെ നീട്ടു നോക്കിയപ്പോൾ രാമം അദൃഷ്ടുവ, രാമനെ കാണാതെ ഏവ ദുഃഖിതാഹ, രാമനെ കാണാഞ്ഞിട്ട് ദുഃഖിതന്മാരായിട്ട് രഥനേമി ഗതം മാർഗം പശ്യന്തഹ തേ, രഥത്തിൻ്റെ ചക്രം ആ ഉരുണ്ട പാട് നോക്കിയിട്ട് സഞ്ചരിച്ചു. അപ്പോൾ അയോധ്യയ്ക്ക് നേരെയാണ് പുരം യജു. അങ്ങനെ അവർ അപ്പം ആദ്യം രഥം അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോയി. അപ്പം ചക്രത്തിൻ്റെ പാടൊക്കെ അയോധ്യയുടെ ഡയറക്ഷനിലായി, ആ ദിശയിലാണ്. അപ്പം അവർ വിചാരിച്ചു രാമൻ അയോധ്യയിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടാവും വിചാരിച്ചു. പാവം നടക്കാൻ തുടങ്ങി, ആ ദിശയിൽ ആ ഡയറക്ഷനിൽ നടക്കാൻ തുടങ്ങി. അവസാനം അവർ അയോധ്യയിലെത്തി. എന്നാൽ ശ്രീരാമൻ്റെ സൂത്രം എന്തായിരുന്നു? സുമന്ത്രരോട് കുറച്ച് നേരം രഥം അയോധ്യയുടെ നേരെ ഓടിക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ അവർ വേഗം വഴി മാറി പോവുകയും ചെയ്യേ. പക്ഷെ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു. ശ്രീരാമൻ അയോധ്യയിലേക്ക് തന്നെയാണ് പോയെന്ന് വിചാരിച്ചു. അതാണ് കുറേ നേരം അയോധ്യയ്ക്ക് അഭിമുഖമായിട്ടാണ് തേര് ഓടിച്ചതേ.
പിന്നെ വനത്തിലേക്ക് തന്നെ പോവുകയും ചെയ്തു. അപ്പം പൗരന്മാരെ ഉണർന്ന് നോക്കിയപ്പോൾ ശ്രീരാമനെ കാണാതെ അവർക്ക് സങ്കടമായി. അവർ തേര് സഞ്ചരിച്ച വഴി ഞങ്ങളും പോവാമെന്ന് വിചാരിച്ച് തേരിൻ്റെ ചക്രത്തിൻ്റെ പാട് നോക്കി ഇങ്ങനെ പോയി എന്തായി, അവർ അയോധ്യയിൽ തിരിച്ചെത്തി. അങ്ങനെ അപ്പം അവർക്ക് മനസ്സിലായി ശ്രീരാമൻ അവിടുന്ന് രക്ഷപ്പെട്ടതാണ് അവരെ കാണാതെന്നേ. അപ്പോൾ അങ്ങനെ സീതാസമേതനായിട്ടുള്ള ശ്രീരാമനെ എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് എന്താ അല്ലാണ്ട് ചെയ്യുക. ഈ ശ്രീരാമനെ എവിടെയെന്ന് അറിയില്ല, വനത്തിൽ. ഇപ്പം അവർക്കിപ്പോൾ ഒപ്പം പോകാനൊന്നും പറ്റാണ്ടേ. അപ്പം അവരെപ്പോഴും സീതാസമേതനായിട്ടുള്ള ശ്രീരാമനെ ഹൃദയത്തിൽ ധ്യാനിച്ചും കൊണ്ട് അങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. 57 58 വായിച്ച് നിർത്താം. അയോധ്യാഭിമുഖം ഗത്വാ കിഞ്ചിത് ദൂരം തതോ യയു തേബി രാമമദൃഷ്ട്വൈവ പ്രാതരുത്ഥായ ദുഃഖിതാ രഥനേമി ഗതം മാർഗം പശ്യന്തസ്തേ പുരം യയു ഹൃദി രാമം സീതം തേ ധ്യായന്തസ്ഥുരന്വഹം. അതായത് ശ്രീരാമനെ സീതയും ധ്യാനിച്ചുകൊണ്ട് അവർ കഴിച്ചു കൂട്ടി ദിവസങ്ങൾ എന്ന് പറയുകയാണ്. അതായത് ഈ രഥൻ്റെ ചക്രം പോയപ്പോൾ അയോധ്യയിൽ തിരിച്ചെത്തി. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.